ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും അതേ മണപ്പുള്ളിക്കാവ് വേല കാണാൻ വേണ്ടി വന്നിരിക്കണം. കൂടെ നമ്മുടെ ചങ്കൾ രണ്ടുപേരും ഉണ്ട് ഗൈസ്. അപ്പോൾ സെറ്റല്ലേ? അപ്പോൾ മണപ്പുള്ളിക്കാവ് വിശേഷങ്ങൾ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. സിമ്പിൾ വീഡിയോ ആയിരിക്കും, കണ്ടു നോക്കാം. അതിന് എന്തെങ്കിലും കമൻറ്റ് പറയൂ. ഒരുപാട് വർഷമായി, ഒരുപാട് വർഷം കഴിഞ്ഞ വന്നിട്ടില്ല ഞാൻ. കഴിഞ്ഞ വർഷം മുമ്പ് ഇതുപോലെ ഒരു സീൻ ഉണ്ടായി. ഒരു ടീമായിട്ട് നമ്മൾ കോർത്തില്ലേ, ആ ദിവസം വണ്ടിയും ഇല്ല ആളില്ലാണ്ട് ഫുൾ ഓടിയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അപ്പൊ അവര് മറന്നിട്ടുണ്ടാവോ ഈ മുഖം? അവര് ഈ മുഖം മറന്നിട്ടുണ്ടാവോ? തല്ല് കൊടുത്തവര് എന്തായാലും മറക്കൂല. തല്ല് വാങ്ങിയവരോ? തല്ല് വാങ്ങിയത് മറക്കും. നമുക്ക് നോക്കാം. വാ ഗായ്സ്, നമ്മൾ തൊഴാൻ വേണ്ടി പോവാണ് ഉള്ളിൽ. നല്ല തിരക്കുണ്ട് ഗായ്സ്, നല്ല തിരക്കുണ്ട്. എല്ലാ കൊല്ലത്തും പോലെ ഈ കൊല്ലവും ഗായ്സ്. അപ്പോൾ ഒരുപാട് മീഡിയസിനിടയിൽ ഞാനും മണപ്പുള്ളിക്കാവ് വേല പകർത്താനായിട്ട് ഇവിടെ മണപ്പുള്ളിക്കാവ് അമ്പലത്തിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം ക്രൗഡാണ്. ഇനി കുറച്ച് നേരം കഴിഞ്ഞാൽ മുമ്പിൽ നിൽക്കേണ്ട ഞാൻ ഇവിടെ വന്നിട്ട് എഴുന്നള്ളി ഒരു കാഴ്ച ശിവേലി, ഒരു സിമ്പിളായിട്ടൊരു ശിവേലി ഉണ്ടാവും ഗായ്സ്. നമുക്ക് നോക്കാം. മുമ്പിൽ ഇതേമാതിരി കിട്ടില്ല. ഈ ഒരു മരം വെട്ടിയാലാണ് മൊത്തം തണലും മാറിയോ ആകെ മൊത്തത്തിൽ കൊളാപ്സായി കിടക്കുന്നത്. അപ്പോൾ അത് മാറ്റേണ്ട ചെറിയൊരു ഷെഡ് ഇട്ട് വെച്ചിട്ടുണ്ട് അവർ. തൊഴാൻ പോകുന്നുണ്ടോ നീ? ഈ തിരക്കിന് നീ ഇപ്പോൾ തൊഴാൻ നോക്കണ്ടോ? തൊഴുവാണെങ്കിൽ ഇപ്പൊ നിന്ന് തൊഴുതില്ല. മുണ്ട കൊടുത്തിട്ട് വന്ന സ്ഥിതിക്ക് നീ എന്താണ് തൊഴാൻ വന്നതല്ലേ? അതുകൊണ്ട് അത് പറ്റില്ല, പോയി തൊഴു തന്നെ വേണം. തൊഴാൻ വന്ന സ്ഥിതിക്ക് ഗ്യാപ്പിൽ ഇടയിൽ കേടാ. അങ്ങനെ പോയിട്ട് ഇങ്ങനെ വാ തൊഴാനായിട്ട്. അതുവഴി കടത്തുകൊണ്ട് ഇതുവഴി വേണം കേറിക്കോ, ഓഫീസ് വഴി. ആ സെക്യൂരിറ്റി പറഞ്ഞാൽ മതി. പിന്നെതാ പെട്രോൾ പമ്പിൽ പണിക്ക് ആ ചേട്ടൻ നിൽക്കണ്ടല്ലോ, ചേട്ടനെ കണ്ട് സംസാരിക്കേ. എന്തായാലും എന്തെങ്ങനെ നീ സീനാക്കൊന്നും വേണ്ട. സിമ്പിളായിട്ട് പോയി സംസാരിച്ചാൽ സെറ്റാക്കി തുറന്നു വിടും. തൊഴുതിട്ട് വേഗം വരാന്ന് പറഞ്ഞാൽ മതി. പോവാ, പോയി തൊഴു. രണ്ടുപേരും പോയി തൊഴുതിട്ട് വരും. പോയി ഞാൻ ഈ മുക്കിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. എന്തൊരു വെയിലാണ്, പൊളി സീനാണ് ഗൈസ്, പൊളി. അപ്പൊ എന്തായാലും ആന കുളിക്കട്ടെ, നമുക്ക് പിന്നെ വരാം. പറഞ്ഞ നേരത്തിന് അവിടെ നിന്നാലും മേളം നേരെ ഇവിടേക്ക് വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് തിരക്ക്, അവിടെയാണ് കംപ്ലീറ്റ് തിരക്ക്. നേരെ ഇവിടെ എത്തി ഗൈസ്. അവിടെ എത്ര ആനയുണ്ട്? 5 കണ്ടു അവിടെ. വൈകുന്നേരം ആകുമ്പോഴല്ലേ ബാക്കി വരുള്ളൂ. 1 2 3 4 5 6 7 ഉണ്ട്. 7 ആന നിറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന മുമ്പിൽ വന്നത് ഫുൾ പൊട്ടൊക്കെ തുറന്നതായിരിക്കും ഗായ്സ്. എല്ലാ കൊല്ലത്തും നമ്മൾ വീണ്ടും കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗായ്സ്. അപ്പൊ നമ്മള് ഈ പ്രാവശ്യത്തെ ബാറ്റ് എനിക്ക് തന്നിട്ടില്ല, വൈകി എടുത്തു വെച്ചിരുന്നാണ് പറഞ്ഞത്. ഇപ്പൊ വരാം, റെഡി. ഞാൻ അതൊന്ന് ഷൂട്ട് ചെയ്യാൻ നേരം അങ്ങോട്ട് വരാം. ഒരു ഹായ്. മേളം തുള്ളാൻ വേണ്ടി വന്നാണ് ഗായ്സ്. കൂടെ വന്ന് 2 വീട്ടിൽ കാണാൻ ആ വീഡിയോ പോയി. പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ തുള്ളാൻ വന്ന് പോസ്റ്റിലെ നിൽക്കുകയാണ്. അപ്പൊ അബീനെ പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഗായ്സ്. അബീനിപ്പോ മേളം അബേ റെഡി. കൂടെ വന്നേരം ആരെയും കാണാലോ. അപ്പൊ ഞാൻ അബീനെ ഒന്ന് പോസ്റ്റാണ്, ഒന്ന് മേളം കൊണ്ട്
ഒന്ന് വരാം, പിന്നെ വരാം guys. Guys, അപ്പോൾ നമ്മൾ സേവാഭാരതിന്റെ മോര് കുടിക്കാൻ വേണ്ടി വന്നതാണ്. നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്ക്. അപ്പോൾ മോര് കുടിക്കാൻ വേണ്ടി വന്നു. നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കുണ്ട്. എന്തായാലും നമ്മൾ മോര് കുടിച്ച് മേളം കൊള്ളാൻ വേണ്ടി പോവാണ്. വൈബായി നിൽക്കാണ് കഴിച്ചപ്പോഴും മോര് കുടിച്ച് പോവാം. പറഞ്ഞ അഭി അപ്പൊ മണപ്പുള്ളിക്ക വന്നവർ ആരും തന്നെ സേവാഭാരതി നോക്കാൻ മോര് കുടിക്കാതെ പോയില്ല. എല്ലാവരും വന്ന് മോരെടുക്കും. ഒരേ ഒരു സ്ഥലം സേവാഭാരതി മോര് സ്പോട്ടാണ്. അപ്പോൾ എല്ലാവരും വരിക, കുടിച്ചു നോക്കുക, അഭിപ്രായം പറയാം. തുള്ളാൻ പോട്ടെ ഗൈസ്. ഒരുപാട് കൊല്ലങ്ങളായിട്ട് ഞാൻ കഴിച്ചിട്ട് വരുന്ന ഒരു കൊല്ലങ്ങളാൾ കഴിച്ചിട്ട് വരുന്ന ഒരു മൺപുളിക്ക വേരിലെ അപ്പോൾ ഈ കൊല്ലം നമ്മൾ മുടക്കാൻ ആഗ്രഹിക്കുന്നത് കഴിക്കാൻ വേണ്ടി പോകും. നല്ല തിരക്കുണ്ട് പറഞ്ഞാൽ ഗൈസ്, നല്ല തിരക്കുണ്ട്. ബാക്കിൽ മൊത്തം വരുന്നെന്ന് വന്നു. നമ്മൾ കറക്റ്റായിട്ട് സീറ്റ് പിടിച്ചിട്ടുണ്ട്. സേവാഭാരതി ബാജ് കിട്ടുന്ന വേഗം കഴിക്കാൻ വേണ്ടി വന്നു. കഴിക്കാൻ വേണ്ടി പോകുന്നു. അന്നേരം കഴിച്ചിട്ട് വരാം ഗൈസ്. അഖിൽ പറയൂ. ഫുഡ് നല്ല അടിപൊളി ഫുഡാണ്. നമ്മുടെ മണപ്പുള്ളിക്ക വേലയുടെ അന്നദാനം എല്ലാം പ്രത്യേകിച്ച് നമുക്ക് ചോറൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. ഫുൾ സെറ്റാണെന്ന്. ഫുൾ പൊളി, ഫുൾ വൈബ്, ഫുൾ ഓൺ, ഫുൾ മൂഡ്. അപ്പോൾ ഗൈസ് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഫുഡ് കഴിച്ച് ഇറങ്ങി. കിഡിലിൻ ഫുഡായിരുന്നു. 2 തരം കൂട്ടുണ്ടായിരുന്നു. പായസവും അടിപൊളിയായിട്ടുണ്ട് കേസം. അടിപൊളിയായിട്ട് പായസം കേസ്. അപ്പോൾ കൂടുതലും വരി നിന്ന് തിരക്കിൽ പെട്ട് വന്ന് കഴിച്ച് കിട്ടുമ്പോൾ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ഗൈസ്, അതും മണപ്പുളിക്കാവുന്ന കിട്ടുന്ന ആ ഒരു സദ്യ നല്ല അടിപൊളിയാണ്. കിട്ടലിനായിട്ടുണ്ട്. അപ്പോൾ കൂടുതലും എല്ലാവരും ഈ കൊല്ലം മിസ്സായാലും അടുത്ത കൊല്ലം വന്ന് കഴിക്കാൻ നോക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ ഗൈസ്. ഗൈസ് ഇത് പാസ് കൊടുക്കുന്ന കൗണ്ടറാണ്. പാസ് കൊടുത്ത് കയറുന്നതാണ്. അവിടെ തന്നെ ഇത്ര തിരക്ക്. ഫ്രണ്ടിൽ ഇതിനേക്കാൾ അവിടെ നിന്നു അവിടെ നിൽക്കുന്നു. നല്ല തിരക്കുണ്ട് പറഞ്ഞാൽ സമയം ഇപ്പോൾ 2:15 2:15 സമയത്ത് ഈ ഒരു തിരക്കാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഈ ഉച്ച വെയിലത്ത് വരിയിൽ നിന്ന് ചോറ് ഉണ്ടെന്ന് കിട്ടുന്ന ആ ഒരു ഫീൽ അറിയിക്കാൻ പറ്റാത്ത ഫീൽ തന്നെയാണ് ഗൈസ്. സെക്കൻഡിൽ 3 പാസ് ഉണ്ട്. കൊടുക്കാൻ വെച്ചിരിക്കുകയാണ് ഓരോന്ന്. ഞങ്ങൾക്ക് 3 1 2 3 അങ്ങനെ 3 പേർക്ക് ഓരോന്ന്. അത്രേ ഉള്ളൂ. കൊടുക്കണ്ട പറയുന്നില്ല. ആർക്കും ഇല്ലാണ്ടാവും. 3 പേർക്ക് ഓരോന്ന്.
എനിക്കൊന്ന് മൂന്ന് പേർക്ക് ഓരോന്ന് സെറ്റ്. ഓക്കെ റെഡി കേട്ടാ. അതല്ല എല്ലാവർക്കും ഈക്വൽസ് നോക്കണം കാശ്. അത്ര അണ്ണ എന്തിനാ കയ്യിൽ വെച്ചത്? അപ്പൊ ഞങ്ങൾ എല്ലാവർക്കും ആന്റിനെ പറ. ഇത് നോക്ക്, കഴിച്ചവര് വരി നിൽക്കുകയാണ്. അതും പുറത്തു പോകാൻ വേണ്ടി വരി നിൽക്കുകയാണ് ഗായ്സ്. അവിടുന്ന് ഉള്ളിൽ കയറാൻ വേണ്ടിട്ട് അവിടെ വേറെ വരും. സത്യം പറഞ്ഞാൽ അറിയില്ല ഗായ്സ് എന്തിനാണ് ഈ വരിയെന്ന് അറിയില്ല. മൊത്തത്തിൽ അവിടെ എന്തൊക്കെ നടക്കണ്ട അതേ അറിയുള്ളൂ. ഗൈസ് ഞങ്ങൾ 3 പേര് ടോക്കൺ ഉണ്ട്. 3 ടോക്കൺ ആർക്കാണ് കൊടുക്കുക എന്നുള്ള ആളെ ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കറക്റ്റായ ആളെ കിട്ടി ഞങ്ങൾ 3 ടോക്കൺ കൊടുക്കുന്നതായിരിക്കും. അതെ, ഒരു ലുക്ക് ഉണ്ടാവണം ഗൈസ്. വെയിറ്റ് ആൻഡ് സീ. ഈ സൈഡ് കാണുന്ന ഒരു കംപ്ലീറ്റ് ഭക്ഷണത്തിന് വരി നിൽക്കുന്നവരാണ് ഗൈസ്. ഞാൻ എൻ്റെ ഒരു ടോക്കൺ ഉണ്ടായിരുന്നു, അത് ഞാൻ കൊടുത്തു. ഒരു ചേച്ചി ലാസ്റ്റ് ഒരു ചേച്ചി നിൽക്കുന്ന ചേച്ചിക്ക് ഞാൻ കൊടുത്തു വിട്ടു. ഇനി 2 ടോക്കൺ ഉണ്ട്. ആളെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ സെലക്റ്റീവായ പേഴ്സൺസ് മാത്രം കൊടുക്കുള്ളൂ കൊണ്ടിട്ടാണ്. കാരണം ഇത്രയും നേരം വെയിൽ നിന്ന് കൊണ്ടിട്ട് വരുന്ന ആൾക്കാരില്ലേ. അപ്പോൾ വെയിൽ നിന്ന് ലാസ്റ്റ് നിൽക്കാൻ കൊടുക്കാൻ പറ്റും. നോക്കാം, സെലക്റ്റീവായിട്ട് ആരെങ്കിലൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ കയ്യിലുള്ള 2 ടോക്കൺ നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഗായ്സ്. ഗായ്സ് ഒരു ലോഡ് തിരക്കുണ്ട് ഗായ്സ്. ഇപ്പോഴും ഇത്രമാത്രം തിരക്കാണ് ശരിക്കും അവിടെ. അപ്പോൾ നമ്മൾ പരിപാടി കഴിഞ്ഞ് ഇറങ്ങി ഗായ്സ്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ പോയി ഒന്ന് റെസ്റ്റ് എടുക്കണം. കാലത്ത് നേരത്തെ പോയിട്ട് വന്നതാണേ. നല്ലൊരു വൈകി. ഇനിയിപ്പോൾ അടുത്തത് ഈ വൈകുന്നേരം മണപ്പുള്ളിക്കാവ് വേലയുടെ ഗംഭീര ആ ഒരു ആന എഴുന്നള്ളത്ത് കാണണം ഗായ്സ്. അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ഇവിടെ ഒരു കായമ്പകൻ്റെ മേളത്തിന് ഒരു പരിപാടി ഉണ്ട്, അതും കൂടി കാണണം. നല്ല വേല അവസാനിക്കുമോ? വേല സമയത്ത് മാക്സിമം ഒറ്റക്കാണെങ്കിൽ 2 പേര് നമ്മൾ എൻജോയ് ചെയ്ത് പോകണം ഗൈസ്. വണ്ടി എവിടെയാണ് നിർത്തിയെന്ന് അറിയില്ല. കാരണം വണ്ടി കുറച്ച് ദൂരം നിർത്തിയിട്ട് നടന്നു പോയിട്ട് വന്നതാണ്. പോയി തരാണ്. വണ്ടി കുറച്ച് ദൂരം ഉണ്ടാവും. പെട്രോൾ പമ്പിന് അവിടെയാണ് വണ്ടി നിർത്തിയത്. പോയി നോക്കട്ടെ എന്തായാലും. അപ്പോൾ ഗൈസ് വീഡിയോ ഇപ്പോൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം.